എന്തൊരു നീ പെയിൻ, എന്തൊരു നീ പെയിൻ. ഒബേസിറ്റി ഉള്ളവർക്കും 60+ ആയിട്ടുള്ളവർക്കും നീ ഓർ ആംഗിൾ പെയിൻ ഇഷ്യൂസ് ഉള്ളവർക്കും അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ കപ്പാസിറ്റി തീരെ ഇല്ലാത്തവർക്കും ജംപ് ഇൻക്ലൂഡഡ് വർക്കൗട്ട്സ് ചെയ്യാനായിട്ട് ഇച്ചിരി ഡിഫിക്കൽട്ട് തന്നെയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള രീതിയിൽ ജമ്പിൻ ജാക്സിൻ്റെ ബ്രേക്ക് ഡൗൺസും അതുപോലെ തന്നെ പ്രോഗ്രസീവ് ആയിട്ടുള്ള രീതിയിൽ ജമ്പ് ചെയ്യുന്ന രീതിയിലേക്ക് ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ജമ്പിൻ ജാക്സിൻ്റെ ബിഗിനർ ലെവൽ വെർഷനാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ കാൽ രണ്ടും സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക, സ്പൈൻ സ്ട്രൈറ്റ്, വയർ ടൈറ്റ് ചെയ്യുക. ഇനി കാല് ഒരു സൈഡിലേക്ക് എടുത്ത് വെക്കുക, തിരിച്ച് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. എഗെയിൻ അടുത്ത സൈഡിലേക്ക് കൊണ്ടുവയ്ക്കുക, തിരിച്ചു കൊണ്ടുവരിക. സോ കാലിങ്ങനെയാണ്. കൈയുടെ കാര്യം വരുമ്പോൾ നമ്മുടെ തൈസിൻ്റെ രണ്ട് സൈഡിലേക്കായിട്ട് കൈ കൊണ്ടുവരിക. ഇനി ഇവിടെ നിന്ന് കൈ കംപ്ലീറ്റ് ആയിട്ട് മേളിലേക്ക് കൊണ്ടുപോയി ടച്ച് ചെയ്യുക. നമ്മൾ ക്ലാപ്പ് ചെയ്യുന്ന പൊസിഷൻ. പക്ഷേ അവിടെ പോയി ക്ലാപ്പ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ടച്ച് ചെയ്താൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് താഴെ കൊണ്ടുവന്ന് തൈസിൻ്റെ സൈഡിലേക്കായിട്ട് വെക്കുക. അപ്പോൾ ഇനി കൈയും കാലും ഒന്നിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിലിനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ബോഡി വെയിറ്റ് ഒരു കാരണവശാലും ഇങ്ങനെ പോകാൻ പാടില്ല. ബോഡി വെയിറ്റ് എപ്പോഴും സ്റ്റഡി ആയിട്ട് നടുക്ക് തന്നെ ആയിരിക്കണം. കാല് മാത്രം ജസ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി ടച്ച് ചെയ്യും. കാർഡിയോ വാസ്കുലർ ലെവലിലോട്ട് കുറച്ചുകൂടെ ഒന്ന് പ്രോഗ്രസീവ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ലെവൽ. ഇനി കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആയിട്ട് ആ ഒരു ജമ്പിങ്ങിൻ്റെ രീതിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റുന്ന രീതി, ഒന്ന് ജമ്പ് ചെയ്യുക, പോസ് ചെയ്യുക, അഗെയിൻ തിരിച്ച് ജമ്പ് ചെയ്യുക, പോസ് ചെയ്യുക, വീണ്ടും ജമ്പ് ചെയ്യുക, പോസ് ചെയ്യുക, തിരിച്ചു വരിക. ജമ്പ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കാല് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഫുട്ട് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് തറയിൽ ടച്ച് ചെയ്യത്തില്ല. ടോ മാത്രമാണ് ടച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ജമ്പ് ചെയ്യുന്ന ടൈമിൽ. ഇനി ജമ്പിങ്ങിൻ്റെ കൂടെ കൈ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വേർഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ജമ്പ് ചെയ്യുക, മേളിൽ കൈ കൊണ്ട് ടച്ച് ചെയ്യുക, തിരിച്ച് തൈസിലേക്ക് കൊണ്ടുവരാം. എഗെയിൻ മേളിൽ കൊണ്ടുപോയി ടച്ച് ചെയ്യുക, തിരിച്ച് തൈസിലേക്ക് കൊണ്ടുവരാം. ടോയിൽ തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. അത് ഓരോ തവണയും കറക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ജമ്പിൻ ജാക്സിൻ്റെ ഫുൾ വേർഷനിലേക്ക് പോവാണ്. ജമ്പിൻ ജാക്സിൻ്റെ ഫുൾ വേർഷനിൽ 2 വേരിയേഷൻ ഉണ്ട്. കൈ തന്നെയാണ് ആ 2 വേരിയേഷൻസ് വരുന്നത്. സോ ഫസ്റ്റത്തത് സൈഡിലേക്ക്, ആൻഡ് സെക്കൻഡ് വൺ ഏറ്റവും മേളിൽ പോയി തിരിച്ച് താഴെ കൊണ്ടുവന്ന് ടച്ച് ചെയ്യുന്നത്. ഇതിലാണ് കാർഡിയോവാസ്കുലർ ഇൻറ്റൻസിറ്റിയിൽ ആ ഒരു ചേഞ്ച് വരുത്താൻ പറ്റുന്ന ഒരു സൈഡ്. അപ്പോൾ ഫസ്റ്റ് വേർഷൻ കാണിക്കാം. ഇനി മേളിലേക്ക് പോകുന്ന രീതി. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും മുട്ട് ഇങ്ങനെ മടങ്ങി പോകാൻ പാടില്ല. ഒരുപാട് പേര് ആ തെറ്റ് ചെയ്യാറുണ്ട്. സോ ഇതിൽ ഇനി തെറ്റ് എന്താണ് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ, യൂഷ്വലി എല്ലാവരും ചെയ്യുമ്പോഴത്തേക്കും മുട്ടിങ്ങനെ ഉള്ളിലേക്ക്, അതായത് ലൈക്ക് ഇങ്ങനെ വരാറുണ്ട്. അതുപോലെ തന്നെ ഇത് രണ്ടും തെറ്റാണ്. നമ്മൾ കാല് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അപ്പാട്ട് ചെയ്യുക, സോഫ്റ്റ് നീയിൽ വെച്ച് പോവുക. അതിനപ്പുറത്തേക്ക് ഒരുപാട് മുട്ട് മടങ്ങാനും പാടില്ല, ഒരുപാട് ഉള്ളിലേക്കും പോകാൻ പാടില്ല. സോ ഇത് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ സ്റ്റഡി ആയിട്ട് വെക്കുക. നമ്മുടെ കാലിൻ്റെ എല്ലാ മസിൽസും സ്ട്രോങ്ങർ ആയിട്ട് വെക്കുക, ചെയ്യുക. തിരിച്ചു വരുമ്പോൾ കാല് ഇതുപോലെ അടുത്ത് തന്നെ ഇരിക്കണം. അപ്പോൾ ഇനി ജമ്പിൻ ജാക്സ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആലോചിച്ച് കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കാം.